2 മാസം കഴിഞ്ഞ് ഞാൻ അവനെ വിളിച്ചു പറഞ്ഞു, ഞാൻ ഗർഭിണിയാണെന്നും നമുക്ക് ഒരു കുടുംബമായി ജീവിക്കാമെന്നും. പാവം, അവൻ അത് വിശ്വസിച്ചു. 8 വർഷം മുൻപാണ് എന്റെ എല്ലാമാണെന്ന് ഞാൻ വിശ്വസിച്ച ഒരാളെ ഞാൻ കല്യാണം കഴിച്ചത്. ഞങ്ങൾക്ക് പെട്ടെന്നൊരു കുഞ്ഞുണ്ടായി. എന്റെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. പക്ഷേ അധികം വൈകാതെ എല്ലാം തകർന്നു. അവൻ എന്നെ ചതിക്കാൻ തുടങ്ങി. സ്വന്തം സ്റ്റുഡൻസ്, ഓൺലൈനിൽ കണ്ടവർ, എന്തിന് പഴയ കാമുകിമാർ വരെ ആ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. കുഞ്ഞിന് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ പോലും ഞാൻ കഷ്ടപ്പെട്ടപ്പോൾ അവൻ ഞങ്ങളുടെ പൈസയെല്ലാം അവർക്ക് വേണ്ടി ധൂർത്തടിക്കുകയായിരുന്നു. ഇതറിഞ്ഞപ്പോൾ ഞാൻ തകർന്നുപോയി. പക്ഷേ വഴക്കിനോ ബഹളത്തിനോ ഒന്നും പോയില്ല. ഞാൻ അയാളെ ഡിവോഴ്സ് ചെയ്ത് എന്റെ വഴിക്ക് പോയി. താൻ രക്ഷപ്പെട്ടു എന്നായിരുന്നു അവന്റെ വിചാരം. മോനെ, കളി തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഡിവോഴ്സ് കഴിഞ്ഞ് 6 മാസം ഞാൻ എന്റെ പ്രതികാരം തുടങ്ങി. അവന്റെ കൂടെ ജോലി ചെയ്യുന്നവർ, അവന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ്, അവൻ എന്റെ ആൾക്കാർ എന്ന് വിശ്വസിച്ചവർ എല്ലാവരുമായും ഞാൻ അടുത്തു. അവനെ ഏറ്റവും വേദനിപ്പിക്കുന്ന ഇടത്ത് തന്നെ ഞാൻ അടിച്ചു. അതിലും വലുത് വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ദിവസം രാത്രി ഞാൻ അവനെ വീണ്ടും കണ്ടു. നമ്മൾക്ക് വീണ്ടും ഒന്നിച്ചാലോ എന്ന് അവൻ തോന്നിപ്പിച്ചു. പിറ്റേന്ന് രാവിലെ ഞാൻ എല്ലാം തുറന്നു പറഞ്ഞു. അവൻ എന്നെ ചതിച്ചതും ഞാൻ തിരിച്ചു ചെയ്തതും എല്ലാം. അവന്റെ മുഖം അപ്പോ കാണേണ്ടതായിരുന്നു. 2 മാസം കഴിഞ്ഞ് ഞാൻ അവനെ വിളിച്ചു പറഞ്ഞു, ഞാൻ ഗർഭിണിയാണെന്നും നമുക്ക് ഒരു കുടുംബമായി ജീവിക്കാമെന്നും. പാവം, അവൻ അത് വിശ്വസിച്ചു. അടുത്ത 9 മാസം നമ്മുടെ കുഞ്ഞിന് വേണ്ടി എല്ലാ മാസവും അവൻ എനിക്ക് പണമേച്ചു തന്നു. 9ാം മാസം ഞാൻ അവനോട് പറഞ്ഞു, പ്രസവത്തിൽ നമ്മുടെ കുഞ്ഞ് മരിച്ചുപോയെന്ന്. അതോടെ അവനെ എന്റെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി ഒഴിവാക്കി. റെഡിറ്റിലെ രസകരമായ കഥകൾ ഇനി മലയാളത്തിൽ. ചിരിപ്പിക്കുന്നതും ചിന്തിപ്പിക്കുന്നതുമായ എല്ലാ കഥകളും ഈ ചാനലിൽ നിങ്ങൾക്ക് കാണാം. ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ.